ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് സയൻസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, 8th സ്റ്റാൻഡേർഡ്. അപ്പോൾ നമുക്കറിയാം ഓരോ വർഷവും റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുമാത്രമല്ല, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചോദ്യങ്ങളും തന്നെയാണ്, അതായത് പുറത്തു നിന്നൊന്നും തന്നെ എക്സ്ട്രാ ആയിട്ട് ചോദിക്കുന്നില്ല എക്സാമിന്. അപ്പോൾ അതിനുള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യം ഫിസിക്സിലോട്ട് പോവാം. ഫിസിക്സ് നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. എന്തോന്നാണ് ഇതിൻ്റെ മീനിങ്? ആദ്യത്തേൻ്റെ തന്നിട്ടുണ്ട്, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യൻസ് തരും, അതിൽ 3 എണ്ണമൊക്കെ ആൻസർ ചെയ്താൽ മതി. അങ്ങനെയുള്ള മോഡലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ചോദിക്കുന്നത്, 1 വേർഡാണ്, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോൾ എന്താണ്, ഐഡൻറ്റിഫൈ ദ റിലേഷൻ. അപ്പോൾ ആദ്യത്തെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട് അല്ലേ, കപ്പാസിറ്റൻസ് ഫാരഡ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ തന്നിട്ടുള്ളത്? ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? കപ്പാസിറ്റൻസിൻ്റെ എന്താണിത്, യൂണിറ്റ് ആണല്ലേ. എല്ലാ ക്വാണ്ടിറ്റീസിനും ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡാണ്. അങ്ങനെയെങ്കിൽ അടുത്ത് തന്നെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്താണടാ, എന്താണ്? ഇലക്ട്രിക് കറണ്ടാണ്. ഇലക്ട്രിക് കറണ്ട് ഭയങ്കര സിമ്പിളാണ്. ഇലക്ട്രിക് ചാർജിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യൂണിറ്റ് ആണ്. സിമ്പിൾ അല്ലേ? എന്താണ് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ്? എല്ലാവർക്കും അറിയാം. എന്താണ്? കൂലോം. ഓക്കെ, ശരി. നമ്മുടെ നാട്ടിൽ കൂളോം എന്ന് പറയും, നമ്മൾ കൂളം എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ പറയുക. ഓക്കെ, കൂളം. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ 1 മാർക്ക് കിട്ടിയേ. ഇനി നോക്കിക്കോ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണല്ലേ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഫിഗറും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണടാ ഇത്? എന്താണ്? ദ ഫിഗർ ഷോസ് ദ ലൈൻസ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് 2 ബാർ മാഗ്നറ്റ്സ്. 2 ബാർ മാഗ്നറ്റുകളുണ്ട്. ബാർ മാഗ്നറ്റ് അറിയാമല്ലോ, ഇങ്ങനെ റോഡ് പോലെ ഇരിക്കുന്ന സാധനമാണ് നമ്മൾ ബാർ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. റോഡ് കണക്കിലിരിക്കും. അപ്പോൾ ബാർ മാഗ്നറ്റിൻ്റെ 2 പോള് എയും ബിയും എന്ന് പറഞ്ഞു ഇവിടെ തന്നിട്ടുണ്ട് ആണല്ലോ. ഐഡൻറ്റിഫൈ ദ പോൾസ് റിപ്രസെൻറ്റഡ് ബൈ എ ആൻഡ് ബി. അപ്പം എ എന്ന് കാണിക്കുന്നതും ബി എന്ന് കാണിക്കുന്നതിൻ്റെയും പോളുകൾ അല്ലെങ്കിൽ പോൾ നോർത്താണോ സൗത്താണോ അത് തിരിച്ചറിയുക, അതെടുത്ത് എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? എന്താണ് ഈ ഫിഗർ കാണിക്കുന്നത്? എന്താണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇവിടെ ഉണ്ടാവുന്നുണ്ടല്ലേ. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇല്ലേ. അപ്പം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇവിടെ ഉണ്ടാവുമ്പോൾ 2 ടൈപ്പ് ഫോഴ്സ് ഉണ്ടാവാറുണ്ട്. ഒന്ന് അട്രാക്റ്റും ചെയ്യാറുണ്ട്, ഒന്ന് റിപ്പലും ചെയ്യാറുണ്ട്. അപ്പോൾ അട്രാക്റ്റ് ചെയ്യുന്നെങ്കിൽ ഫിഗർ എങ്ങനെയായിരിക്കും വരിക? ഇങ്ങനെ ആയിരിക്കും അല്ലേ അട്രാക്റ്റ് ചെയ്യുക. അപ്പം നമുക്കറിയാം മാഗ്നറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണ്? ലൈക്ക് പോൾസ് അല്ലെങ്കിൽ ഒരുപോലത്തെ പോളുകൾ നോർത്തും ആണെങ്കിൽ അതെന്തായിരിക്കും ചെയ്യുക? ഒരേപോലത്തെ ആൾക്കാരെ അവർക്ക് ഇഷ്ടമല്ല, അവരെന്ത് ചെയ്യും? പിരിയും, അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും എന്ന് പറയാം. അപ്പം ലൈക്ക് പോൾസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസോ, അതായത് നോർത്തും സൗത്തും ആണെങ്കിലോ അത് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കേ, ഇത് അട്രാക്ഷൻ ആണല്ലേ, പരസ്പരം ചേരുക ചെയ്യണേ. അപ്പോൾ അത് രണ്ടും ഡിഫറൻറ്റ് പോളായിരിക്കില്ലേ, അതായത് നോർത്തും സൗത്തും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? അട്രാക്റ്റ് അല്ലല്ലോ ചെയ്യുന്നത്, ഇവിടെ നിന്ന് റിപ്പൽ ചെയ്ത് പോവുക, പിണങ്ങി പോവുക. കണ്ടോ, പരസ്പരം കൂട്ടിച്ചേരാതെ പോവുക. അപ്പോൾ അതെന്താ, രണ്ടും ലൈക്ക് പോൾസ് അല്ലേ. അപ്പോൾ 2 പോൾ നോർത്തും ആണ്. ക്ലിയർ അല്ലേ? എയും ബി എന്ന് പറയുന്നത് നോർത്ത് പോളും. ക്ലിയർ അല്ലേ? ഇതേ ഫിഗറും ഇതേ കാര്യവും എവിടെയുണ്ട്? നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ യൂണിറ്റ് ഓഫ് ലൗഡ്നെസ്? യൂണിറ്റുകൾ എല്ലാം പഠിച്ചു വയ്ക്കണം, ചോദിക്കും ഉറപ്പായിട്ടും എക്സാമിന്.
യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ആണോ, dB ഡെസിബൽ ആണോ, HZ ഹെർട്സ് ആണോ, ന്യൂട്ടൺ ആണോ? ഏതാണ് യൂണിറ്റ് ഓഫ് ലൗഡ്നെസ്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മീറ്റർ പെർ സെക്കൻഡ് എന്തിൻ്റെ ആയിരിക്കും ഇവിടെ? മീറ്റർ വരുന്നുണ്ട്, അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ എന്തോ ആണ് അല്ലേ, ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടൈം, d/t എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം എന്താ? വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നോക്കിയോ ഹെഡ്സ് നോക്കിക്കോ, HZ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഹെഡ്സ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് എന്ത്? ഹെഡ്സ്. ഇനി n എന്താ? n നമ്മൾ പറയുന്ന ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ എന്തിൻ്റെ യൂണിറ്റാ? ഫോഴ്സ്. അപ്പോൾ ഇത് മൂന്നും അല്ലെന്ന് മനസ്സിലായേ? അപ്പോൾ എന്താ? ഡെസിബൽ ആണ് എന്തിൻ്റെ യൂണിറ്റ്? ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ്. ക്ലിയർ അല്ലേ? ഇതല്ല പറയുന്നത്. ഇതിൽ ഇനി ഡെസിബൽ ചോദിച്ച സ്ഥിതിക്ക് ഇനി ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതാണ് എല്ലാം പറഞ്ഞു പോകുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ മെറ്റീരിയൽ ദാറ്റ് കനോട്ട് ബി. ആണ്, ക്യാൻ അല്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണം. കനോട്ട് ബി ഇലക്ട്രിഫൈഡ് ബൈ റബ്ബിങ്. അതായത് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റൽ ക്ലാസ്സിൽ ചെയ്തൂല്ലേ, ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് നോക്കിയിട്ട് ഒരു പേപ്പർ ബിറ്റിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അട്രാക്റ്റ് ചെയ്യാനായിട്ട് അത് ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ അതിൽ ഇലക്ട്രോണുകളുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യും? അത് അട്രാക്റ്റ് ചെയ്യാനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രിഫൈ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാർ അതായത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, എന്തോ ചെറിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. എന്നാലും ഇവിടുത്തെ ആൻസർ പറഞ്ഞുതരാം. എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ. നോക്കിക്കോ, ഇലക്ട്രിഫൈഡ് ബൈ റബ്ബിങ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രിഫൈ ചെയ്യാത്തത് ഏതാണ്? ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഹോക്സോ ബ്ലേഡ് ആണ് ഇലക്ട്രിഫൈ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ 4 എണ്ണം 1 മാർക്കിൻ്റെ, അടുത്തത് 2 മാർക്കിൻ്റെ ആണേ. നോക്കിക്കോ, ഇത് ഏത് ചാപ്റ്ററിൽ വരുന്നതെന്നൊന്ന് പറഞ്ഞേ. ഏത് ചാപ്റ്ററിലാണ് വരുന്നത്? മിറർ വരുന്ന ഏത് ചാപ്റ്ററിലാണ്? റിഫ്ലക്ഷൻസ് ഇൻ ദ സ്പെറിക്കൽ മിറർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചാപ്റ്ററില്ലേ, ആ ചാപ്റ്ററിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, റിഫ്ലക്ഷൻ അടിക്കുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? When an object is placed at a distance of 20 cm from the concave mirror. അപ്പോൾ ഒരു കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ കോൺകേവ് മിററാണ് ഇരിക്കുന്നത്. ഈ കോൺകേവ് മിററിൽ എന്ത് ചെയ്യുന്നുണ്ട്? 20 സെൻറ്റിമീറ്റർ മാറി എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ റിയൽ ഇമേജ് ഓഫ് ദ സെയിം സൈസ് ഈസ് ഫോംഡ്. എന്താണ്? ഒരു റിയൽ ഇമേജ് സെയിം സൈസിൽ, ഡിമിനിഷൻ ചെറുതല്ല, അതേ സൈസിൽ എന്ത് ചെയ്യുന്നുണ്ടടാ? ഒരു റിയൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? അതിൻ്റെ ഫോക്കസ് ദൂരം അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് ഡിസ്റ്റൻസിന് സെയിം ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ഫോമുല എന്താ? F=R/2. റിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ഡിസ്റ്റൻസ് ആയിട്ട് വരിക. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് വരുമ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? R/2. R എത്രയാണ്? ഡിസ്റ്റൻസ് തന്നെയാണ് അവിടെ. R 20/2 = 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് എൻ്റെ ആൻസർ. സിമ്പിൾ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അതും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ഡൗൺ എനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബാർ മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിലുള്ളതാണ് ക്വസ്റ്റ്യൻ. ബാർ മാഗ്നറ്റ് ഉണ്ട്. ആ ബാർ മാഗ്നറ്റിക് ലൈൻസ്, മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ലൈൻസ്, ഇതൊക്കെ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. ഈ മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? മാഗ്നറ്റിക് ലൈൻസ്. അപ്പോൾ ഈ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ലൈൻസിന് എന്തെങ്കിലുമൊക്കെ പെക്യുലാരിറ്റീസ് കാണില്ലേ? അങ്ങനെയുള്ള പെക്യുലാരിറ്റിയിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ അല്ലേ? 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാമല്ലോ. നോക്കിക്കോ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. അതിൻ്റെ മീനിങ്
എന്താ എൻ്റെ മീനിങ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിൽ ഉണ്ടാവുന്ന ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല, ഒരിക്കലും അവരെ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അതാണ് ഒരു പ്രോപ്പർട്ടി. ഒരു മാർക്ക് കിട്ടിയില്ലേ? ഇനി നോക്കിക്കോ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡയറക്റ്റ് ഫ്രം ദ നോർത്ത് പോൾ ടു ദ സൗത്ത് പോൾ ഔട്ട്സൈഡ് ഓഫ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താ ചെയ്യുക? ഡയറക്റ്റ് ഫ്രം ദ നോർത്ത് പോൾ ടു ദ, നോർത്ത് പോളിൽ നിന്ന് എപ്പോഴും എങ്ങോട്ടാണ്? സൗത്ത് പോളിലോട്ടാണ്. ഇങ്ങനെ നേരത്തെ കാണിച്ചെന്നില്ലേ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, അതിന് ഫീൽഡ് ലൈൻസ് പോവുക. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ടാണ് ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? 2 മാർക്ക് കിട്ടിയേ. ഇനി നോക്കിക്കോ, ഇതും ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫിഗറും തന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോ, a negatively charged rod is brought near an electroscope as shown in the figure. ഇവിടെ ഈ കാണുന്ന ഇലക്ട്രോസ്കോപ്പ് ഏതാ? അതാ ഈ സാധനം. ഈ കുപ്പിക്കകത്തൊരു കുപ്പിയുണ്ട് അല്ലേ, ഒരു കുപ്പി തന്നിട്ടുണ്ട്. അവിടെ ഒരു വയറിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എന്തോന്ന്, ഈ സാധനത്തിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്കോപ്പ് അല്ലേ. ഈ ഇലക്ട്രോസ്കോപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ തന്നെ എന്തൊക്കെയുണ്ട്? പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട് അല്ലേ, പ്രോട്ടോൺസും ഉണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു, ഒരു സാധനം, ഒരു ചാർജുള്ളൊരു സാധനം, എന്ത് ചാർജും ആയിക്കോട്ടെ, ഒരു ചാർജുള്ളൊരു സാധനത്തിനെ നമ്മൾ തൊടുന്നില്ല, പക്ഷെ അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നു. തൊടുന്നില്ല, അടുത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്താൽ നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജ് നമ്മൾ അടുത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ കിടക്കുന്ന ഏത് ചാർജ്? ഇവിടെ ചാർജുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടല്ലോ. അപ്പോൾ നെഗറ്റീവ് ചാർജിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആർക്കായിരിക്കും? പോസിറ്റീവ് ചാർജിനല്ലേ. നെഗറ്റീവിനെ ഇഷ്ടമല്ല, അതുകൊണ്ട് നെഗറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യും? തെന്നി മാറി പിണങ്ങിയിരിക്കും, തിരിഞ്ഞിരിക്കും. പക്ഷെ പോസിറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് വന്നല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇവ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോസ്കോപ്പിൽ ഒരു ചാർജ് വന്നു കഴിഞ്ഞാൽ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും അല്ലേ. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എ എന്നുള്ള പാർട്ടിലും ബി എന്നുള്ള പാർട്ടിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചാർജ് ഏതായിരിക്കും? നെഗറ്റീവ് വരുമ്പോൾ ഇവിടുന്ന് ആരായിരിക്കും ഓടിയെത്തുക? നെഗറ്റീവിൻ്റെ അടുത്ത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ എയിൽ മൊത്തം എന്താണ്? പോസിറ്റീവ്. ഇവിടെ പോസിറ്റീവ് ഉണ്ട്, ഇവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇവിടെ പോസിറ്റീവ്. നെഗറ്റീവ് അല്ലേ വന്നേ. നെഗറ്റീവ് വന്നപ്പോഴത്തേനും നമ്മുടെ ഇവിടെ ഉള്ള നെഗറ്റീവ് എന്ത് ചെയ്യും? പിണങ്ങിയിരിക്കും. നെഗറ്റീവ് തന്നെ വീണ്ടും കയറി വന്നേന്ന് പറഞ്ഞിട്ട് അപ്പോൾ നെഗറ്റീവൊക്കെ എവിടെ ഇരിക്കും? ബിയിലിരിക്കും. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോസ്കോപ്പിൽ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഓർമ്മയുണ്ടായിരിക്കും, ക്ലാസ്സിൽ പറയുന്നു. അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ. ചാർജസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ എയിലും ബിയിലും, എയിൽ എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജും, ബിയിൽ പോസിറ്റീവ് ചാർജ്. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? കണ്ടല്ലോ? ഇതന്നെയാണ് ക്വസ്റ്റ്യൻ, അതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വൈ ഡു ദ അസ്ട്രോനോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് അസ്ട്രോനോട്ട്സ് എന്ന് പറഞ്ഞാൽ? പറഞ്ഞേ. അസ്ട്രോനോട്ട്സ് എന്താ? സ്പേസിൽ പോകുന്നവരല്ലേ. സ്പേസിൽ പോകുന്നവരെയാണ് നമ്മൾ സാധാരണ അസ്ട്രോനോട്ട്സ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മൾ സുനിത വില്യംസ് ഒക്കെ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അസ്ട്രോനോട്ട്സ് യൂസ് റേഡിയോ ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ. എന്തുകൊണ്ടാണ് സ്പേസിലൊക്കെ പോകുന്നവർ റേഡിയോ, അറിയാമല്ലോ, നമ്മളെ വാക്കി ടോക്കി പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ അതിൽ ഇങ്ങനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് സാധാരണ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തുകൂടെ? എന്തുകൊണ്ടാണ് റേഡിയോ ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും സ്പേസിൻ്റെ പ്രത്യേകത? എന്താ പറഞ്ഞേ? സ്പേസിൻ്റെ പ്രത്യേകത, സ്പേസ് ബഹിരാകാശത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. നമ്മൾ പഠിച്ചു, സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മീഡിയം വേണം. ഒരു മീഡിയത്തിലൂടെ എന്ത് സഞ്ചരിക്കുകയുള്ളൂ? നമ്മുടെ ശബ്ദം സഞ്ചരിക്കുകയുള്ളൂ. സ്പേസിൽ ആ മീഡിയം ഉണ്ടോ? സ്പേസിൽ ആ മീഡിയം ഇല്ല. അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് കൊണ്ട് സൗണ്ടിനവിടെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും? കമ്മ്യൂണിക്കേഷൻസ് പാടാവും. കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് അസ്ട്രോനോട്ട്സ് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റേഡിയോ ഡിവൈസസ് യൂസ് ചെയ്യുന്നത്.
ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളടുത്ത് നാളെ ഒരാൾ വന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ട് സ്പേസിൽ റേഡിയോ ഡിവൈസസ് യൂസ് ചെയ്യുന്നു? എന്തുകൊണ്ട്? അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ റേഡിയോ ഡിവൈസസ് യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? അത് നോക്കിക്കോ, ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര കഷ്ടമാണെന്ന്. ഫിസിക്സൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. ക്വസ്റ്റ്യൻസൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പറഞ്ഞില്ല, ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. ക്ലാസിഫൈ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഗിവൺ ഇൻ ദ ബോക്സ് ആസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. നമ്മൾ ക്ലാസ്സിൽ ഒരു ബോക്സൊക്കെ തന്നത് ഓർമ്മയുണ്ട്, ഒരു 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ലെങ്ത്, മാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്ന്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. എന്താണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഏതൊക്കെ? ഡിറൈവ്ഡ് എന്നോ നിങ്ങളുടെ സൗകര്യത്തിന്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഇതിൽ രണ്ടിലും ഏതാണ്? 4 തന്നിട്ടുണ്ട്, രണ്ടിലും ഇട്ട് എഴുതുക. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ടമെൻ്റലായിട്ടൊരു സാധനം, അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് വേറെ ആരുടെ ആവശ്യമില്ല, അതാണ് ഫണ്ടമെൻ്റൽ. അതാണ് നമ്മുടെ SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയാണ്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആരായിരിക്കും? ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇവിടെ ലെങ്ത് ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്, ഏരിയ ഉണ്ട്, മാസ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ആ ബോക്സിലുണ്ട്? ലെങ്തും മാസും. ലെങ്തിൻ്റെത് മീറ്റർ, മാസിൻ്റെത് കിലോഗ്രാം. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ലെങ്തും മാസും. ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്, ഇവർക്ക് സപ്പോർട്ടിന് ആരെയും ആവശ്യമില്ല. പക്ഷെ ഡെൻസിറ്റിയും ഏരിയയും ആരുടെ ആവശ്യമുണ്ട്? ഏരിയ എന്താ? മീറ്റർ സ്ക്വയർ, ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ 2 ലെങ്ത് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മീറ്റർ സ്ക്വയർ ആവുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഏരിയയും ഡെൻസിറ്റിയും സാന്ദ്രത. അപ്പോൾ വിസ്തീർണവും സാന്ദ്രതയും അല്ലെങ്കിൽ ഏരിയയും ഡെൻസിറ്റിയുമാണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. 2 മാർക്ക് കിട്ടിയില്ലേ? കിട്ടി. എളുപ്പമല്ലേ? ഒബ്സർവ് ദ ഫിഗർ. ഇതും ഏത് ചാപ്റ്ററാണ്? നമ്മുടെ കോൺകേവ് മിററിൻ്റെയൊക്കെ ചാപ്റ്ററാണ്. ഈ മിറർ കണ്ടിട്ട് എന്ത് മിററായിട്ടാണ് തോന്നുന്നത്? അത് ആദ്യം പറഞ്ഞേ, എന്നിട്ട് ബാക്കിയിലോട്ട് പോവാം. എന്ത് മിററായത്? ഇതേത് മിററാ? പറയടേ, ഏത് മിററാ? ഇത് വന്നിട്ട് കോൺകേവ് മിറർ. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് റേ ഡയഗ്രാം, ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ റേ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. അപ്പോൾ ഇപ്പോൾ ഇത് ചോദിക്കുന്നത് പിറ്റേ വർഷം ചോദിക്കുന്നില്ല, ഒന്ന് മാറ്റി ചോദിക്കും. കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം ഷോയിങ് ദ ഇമേജ് ഫോർമേഷൻ ബൈ ഡ്രോയിങ് ദ പാത്ത് ഓഫ് ദ റിഫ്ലക്റ്റഡ് റേസ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാമോ? നമുക്ക് മിറർ വരയ്ക്കാം. ഞാൻ വരയ്ക്കാൻ കുറച്ച് മോശമാണ്, എന്നാലും കുഴപ്പമില്ല, നോക്കിക്കോ. കണ്ടോ, ഇവിടെ നമ്മുടെ ധാരാ പോളുണ്ടോ ഇവിടെ? പി അടുക്കൊരു സാധനമുണ്ട്, ആരാത്? സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇത് പ്രിൻസിപ്പൽ ആക്സിസ്, ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു ഫിഗറിൽ തന്നിട്ടുള്ളതാണേ, ഫോക്കസ്. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുക? ദേണ്ടിരിക്കുന്ന നമ്മുടെ ഒബ്ജക്റ്റ് OB. നമ്മളെ ഒബ്ജക്റ്റ് ഇതാ ഇരിപ്പുണ്ട്. ഒബ്ജക്റ്റ് അപ്പോൾ എവിടെയാ? ബിയോണ്ട് സീലല്ലേ? ബിയോണ്ട് സീലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. റേ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. റേ അവർ തന്നെ വരച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്നു, ഇവിടുന്ന് നേരെ ഫോക്കസിലോട്ടും പോകുന്നു. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഫോക്കസിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇതും നമ്മളൊരു കാര്യം പഠിച്ചു, ഇതായിരിക്കും. ഇതും ഇങ്ങനെ അങ്ങ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ സീരെ എഫിൻ്റെ ഇടയിലായിട്ടൊരു സാധനം കിട്ടും, തലകുത്തനെ. ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യമാണ്. ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. നമ്മുടെ കണ്ണാടി ഇതിൽ തന്നെ വരയ്ക്കും. പോൾ അവിടെ ഇരിക്കുകയാണ്. പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, സെൻറ്റർ ഓഫ് കർവേച്ചർ ഇരിക്കുകയാണ്, ഫോക്കസ് ഉണ്ട്. നമ്മുടെ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുക?
ബിയോണ്ട് സിയിലിരിക്കുക, ബിയോണ്ട് സി, സി ബിയോണ്ട് ഇരിക്കുക. ലൈറ്റ് വരുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഫോക്കസിലൂടെ പോകുന്നു. ക്ലിയർ അല്ലേ? ഇങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഫോക്കസിലൂടെ പോകുന്നത് അതേ പാത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് പഠിച്ചു, റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു. ഈ ഇമേജ് എവിടെ ഫോമായി? ഇവിടെ നമ്മുടെ സിയുടെയും ഇഫിൻ്റെയും നടുക്ക് തലകുത്തനെ ഫോമായി. ഇതാണ് ഡയഗ്രാം. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതാണ് ഡയഗ്രാം. റൈറ്റ് ഡൗൺ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദി ഇമേജ് ഫോംഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു തല കീഴായിട്ടാണ്. അതിന് ഇത് വലിയ ഒബ്ജക്റ്റ്, ഇത് അത്രയും നീളമൊന്നുമില്ല, കുഞ്ഞായിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരിക്കും? ഡിമിനിഷ്ഡ് ആണ്, ഡിമിനിഷ്ഡ് ആണല്ലേ? കുഞ്ഞാണ്, ഡിമിനിഷ്ഡ്, ചെറുതാണ്. പിന്നെന്താ? ഇതേ ഒബ്ജക്റ്റിന് തന്നെയല്ലേ തല തിരിച്ച് കാണുന്നത്, അപ്പോൾ അത് റിയൽ ഒബ്ജക്റ്റ് അല്ലേ? അപ്പോൾ എന്താ? റിയൽ. പിന്നെന്താ? തലകുത്തനെയാണല്ലേ? ഇൻവേർട്ടഡ്. 3 പ്രത്യേകത ഏരിയയിലെ 2 ചോദിച്ചിട്ടുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് എഴുതാം. ഡിമിനിഷ്ഡ് ചെറുതാണ്. അപ്പോൾ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ മതി, ബിയോണ്ട് സി, സെൻറ്റർ ഓഫ് കർവേച്ചറിന് ബിയോണ്ടായിട്ടാണ് കാര്യം ഇരിക്കുന്നതെങ്കിൽ വരുന്ന ഒബ്ജക്റ്റ് എവിടെയായിരിക്കും? ഒബ്ജക്റ്റിൻ്റെ റിഫ്ലക്ഷൻ എവിടെയായിരിക്കും കാണുന്നത്? സിക്കും എഫിനും ഇടയിൽ. അത് പഠിച്ചു വെക്കുക. ഒരു ടേബിളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആണെങ്കിൽ നമ്മുടെ സാധനം റിഫ്ലക്ഷൻ അടിക്കുന്നത്, ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? സിക്കും എഫിനും ഇടയിൽ. ഇനി പഠിച്ചു വയ്ക്കേണ്ട കാര്യം, ബിയോണ്ട് സി ആണെങ്കിൽ എന്താണ്? ബിയോണ്ട് സി ആണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും പെക്കുലാരിറ്റീസ്? സ്മോളാണ്, കുഞ്ഞായിരിക്കും. പിന്നെന്താ? തല കീഴായിട്ടായിരിക്കും കാണുന്നത്. പിന്നെന്താ? ഡിമിനിഷ്ഡ് ആണ്. പിന്നെ റിയൽ ഇമേജ് ആണ്. ഇത്രയും കാര്യങ്ങളൂടെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ഇതാണ് ആൻസർ. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വവ്വാൽ ക്യാൻ ട്രാവൽ ഇൻ ഡാർക്ക്നെസ്. നമുക്കറിയാം വവ്വാൽ രാത്രി സഞ്ചരിക്കാറുണ്ട്. അതിന് രാത്രി സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? വവ്വാലിന് രാത്രി സഞ്ചരിക്കാൻ പറ്റുമോ ഇല്ലയോ? ഉറപ്പായിട്ടും എന്താണ്? വവ്വാലിന് രാത്രി സഞ്ചരിക്കാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും? വവ്വാലിനൊരു പ്രത്യേകത ഉണ്ടല്ലേ? സൗണ്ട് എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞു തന്നു. വവ്വാലിനൊരു പ്രത്യേകത ഉണ്ട്. അതിനെന്ത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്? അൾട്രാസോണിക്, UV വേവ്സ് കേൾക്കാനുള്ള വേവ്സ്, അൾട്രാ വയലറ്റ് അല്ല, അൾട്രാസോണിക് US വേവ്സ് എന്ന് പറയും ഇതിനെ. US വേവ്സ് അല്ലെങ്കിൽ അൾട്രാസോണിക്. ഇത് നമ്മളൊക്കെ ഷോർട്ടായിട്ട് പഠിച്ചതാണ്. US വേവ്സ് അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സ് എന്ന് പറയും. അപ്പോൾ അൾട്രാസോണിക് വേവ്സ് കേൾക്കാനുള്ള ശക്തി ആർക്കുണ്ട്? നമ്മുടെ വവ്വാലിനുണ്ട്. അതിനെ കേൾക്കാനും പറ്റും, അതിന് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. ഒരു ടൈപ്പ് ഓഫ് സൗണ്ട്. ഓക്കെ, അത് എത്രയോ ഡെസിബലിന് ഒക്കെ ഉള്ളിൽ വരുന്ന, ഡെസിബലിൽ എത്രയോ ഉള്ള സൗണ്ടാണ്. അപ്പോൾ അത് ആർക്ക് പറ്റും? നമ്മുടെ വവ്വാലിന് പറ്റും. അപ്പോൾ അത് സൗണ്ട് പ്രൊഡ്യൂസ് റിഫ്ലക്ട് ബൈ ഹിറ്റിങ്. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് വരും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇടിയോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെന്ന് വവ്വാലിന് അറിയാൻ പറ്റും. എങ്ങനെ? ഈ അൾട്രാസോണിക് വേവ്സ് പോയി ഇടിച്ചിട്ട് തിരിച്ച് വരും അല്ലേ? സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് വരും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ദ ബാറ്റ്സ് ക്യാൻ അനലൈസ് ദ റിട്ടേണിങ് സൗണ്ട്സ്. അപ്പോൾ രാത്രി സഞ്ചരിക്കുമ്പോൾ ഈവൻ കണ്ണ് കണ്ടുടങ്ങിൽ പോലും ആ സൗണ്ട് കേൾക്കുമ്പോൾ എന്താണ്? അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അവിടെ എന്തോ ബാരിയർ ഉണ്ടെന്ന് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ ബാറ്റിന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ബാറ്റ്സിന് എന്തിനുള്ള കഴിവുണ്ട്? ബാറ്റ്സിന് രാത്രി സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ 3 പ്രിക്കോഷൻസ്. പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിക്കോഷൻസ് മുൻകരുതലുകൾ അല്ലേ? അപ്പോൾ ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്റ്റിംഗ് അവർക്ക് ഫ്രം ലൈറ്റിംഗ്. നമുക്ക് മിന്നലേൽക്കാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോ. ഡു നോട്ട് ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ എന്ത് ചെയ്യുക? ലൈറ്റ്നിങ് സമയത്ത് അല്ലെങ്കിൽ മിന്നൽ ഇടിയൊക്കെ ഉള്ള ടൈമിൽ എന്ത് ചെയ്യുക? കറണ്ടിൽ കളിക്കാതിരിക്കുക മാക്സിമം. അപ്പോൾ എന്താ, ലൈറ്റ്നിങ് സമയത്ത് ഇലക്ട്രോൺസ് പെട്ടെന്ന്, അയോൺസൊക്കെ പെട്ടെന്ന് പാസ് ചെയ്യുന്ന ടൈമാണ്. വിത്തിൻ സെക്കൻഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് പാസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വോൾട്ടേജ് കയറി വരുമ്പോൾ ഷോക്ക് അടിച്ച് തിരിച്ച് വരാനുള്ള അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ലൈറ്റ്നിങ് സമയത്ത് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. ഫോൺ ചാർജ് ചെയ്തിരുന്നാലും
എന്തൊക്കെ ചെയ്താലും മിന്നൽ സമയത്തൊന്നും അതിൽ പോയി കളിക്കാതിരിക്കുക. ഡു നോട്ട് ലീൻ ഓൺ ദ വാൾ ഓഫ് ദ ഹൗസസിൻ്റെ വാളിൽ ലീൻ ചെയ്യാതിരിക്കുക. കാരണം ഇലക്ട്രിഫൈ ചെയ്തിരിക്കുകയായിരിക്കും എല്ലാ വീടുകളും അല്ലേ. അപ്പോൾ ഈ വയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അയോൺസ് പെട്ടെന്ന് പാസ് ചെയ്യുന്ന എത്രയോ വോൾട്ടേജിലാണ് എന്ത് ചെയ്യുന്നത്, ആ ലൈറ്റ്നിങ് സമയത്ത് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, വാളിലൊക്കെ ലീൻ ചെയ്ത് വെച്ചിരുന്നാൽ കുറച്ച് വൈബ്രേഷൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഡു നോട്ട് സ്റ്റാൻഡ് ഹോൾഡിങ് വിൻഡോ ബാർസ് ഓർ ഗ്രിൽസ്. വിൻഡോയിൽ ചെന്ന് ഇങ്ങനെയൊന്നും ചെന്ന് പിടിച്ചുകൊണ്ട് നിൽക്കരുത്, മിന്നൽ സമയത്ത് കരിഞ്ഞിരിക്കും. ഓക്കെ. ഡു നോട്ട് സ്റ്റാൻഡ് ബെനീത്ത് ടാൾ ട്രീസ്. അത് വലിയ മരങ്ങൾ, മരത്തിൻ്റെ കീഴിൽ നിന്നാൽ മിന്നലടിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കരുത്. എന്താണ്, ലൈറ്റ്നിങ് സമയത്ത് ടാൾ ട്രീസിൻ്റെ പിന്നിലൊന്നും ചെന്ന് നിൽക്കാൻ പാടില്ല. ഡു നോട്ട് ടേക്ക് ഷെൽട്ടർ അണ്ടർ ഐസൊലേറ്റഡ്. ഒറ്റയ്ക്കുള്ള മരങ്ങളിൽ കൂട്ടത്തോടെ നിന്നാലും പിന്നെയും, അതായത് ആ കെനോപ്പി കാരണം, ആ ഒരു തിക്നെസ് കാരണം അടിക്കാണ്ടിരിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഐസൊലേറ്റഡ് ട്രീ, ഒറ്റയ്ക്ക് നിൽക്കുന്ന മിന്നലടിക്കില്ല, ഒറ്റയ്ക്ക് ചെന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, മിന്നലുള്ള ടൈമിൽ ചെന്ന് ഐസൊലേറ്റഡ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ട്രീസിൻ്റെ മുമ്പിലൊന്നും ചെന്ന് കീഴിലൊന്നും ചെന്ന് നിൽക്കരുത്. അപ്പോൾ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഇതിൽ 5 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. മിക്കവാറും കൂടുതൽ ക്വസ്റ്റ്യനും ആ ചാപ്റ്ററിൽ നിന്നാണല്ലേ. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചേക്കണം. ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വെയിറ്റേജ് കൂടുതലെന്നൊക്കെ നോക്കി വയ്ക്കണേ. മാർക്ക് സ്കോർ ചെയ്യാമല്ലോ. കോൺകേവ് മിററും കോൺവെക്സ് മിററും ഇവിടെ ഒരു 6 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതൊക്കെയാണ് കോൺകേവ് മിററിൽ യൂസ് ചെയ്യുന്നത്, ഇതിലേതൊക്കെയാണ് കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്? മേക്കപ്പ് ചെയ്യാനുള്ള മിറർ. അപ്പോൾ മേക്കപ്പ് ചെയ്യാനുള്ള മിററിൽ നമുക്ക് കുഞ്ഞായിട്ട് നമ്മളെ കണ്ടാൽ മതിയോ, അതോ നല്ല വലുതായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണണം, അതായത് നല്ല വലിയൊരു ഇമേജായിട്ട് കാണണോ? ഏതായിരിക്കും കാണേണ്ടത്? എങ്ങനെയാണ് കാണേണ്ടത്? കുറച്ച് വലിയതായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ വലിയ ഇമേജ് കിട്ടണമെങ്കിൽ അത് ആരായിരിക്കണം? കോൺകേവ് ആണ് അല്ലേ. അപ്പോൾ മേക്കപ്പ് മിറർ കോൺകേവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഷേവിങ് മിററും കോൺകേവ് ആയിരിക്കുമല്ലോ. ഷേവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതും വലുതായിട്ടല്ലേ കാണേണ്ടത്. അപ്പോൾ അതും എന്താണ്? കോൺകേവ് ആണ്. ഇനി റിയർ വ്യൂ മിറേഴ്സ്, അതായത് ദൂരെ നിന്നുള്ള ഒബ്ജക്ട്സിനെ കാണാൻ ഏറ്റവും നല്ലത് ആരാ? ദൂരെ നിന്നൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്നത് ആരാണ്? ഉറപ്പായിട്ടും അത് കോൺവെക്സ് മിററാണ്. ഓക്കെ. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്സിൽ റിഫ്ലക്റ്റേഴ്സിലും കോൺവെക്സ് ആണ്. ഇനി സോളാർ കോൺസെൻട്രേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത് ഉന്തി നിൽക്കുന്ന മിററാണ്. ആര്? കോൺകേവ്. സൈഡ് കർവ്ഡ് റോഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് വലിയൊരു മെയിൻ റോഡ് കാണും, ഇടയിൽ കുറച്ച് റോഡ് കാണും. അപ്പോൾ ഇവിടുന്ന് ഈ ഇട റോഡിൽ നിന്ന് വരുന്ന വണ്ടി കാണാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇങ്ങനെ വെച്ചേക്കും, ഒരു ബൾജ് ചെയ്തൊരു സാധനം കണ്ടിട്ടുണ്ടോ? അതാണ് ആര്? കോൺവെക്സ് മിറർ. അതും കോൺവെക്സ് ആണ്. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ. 20 മാർക്കിനേ ഉള്ളൂ. അപ്പോൾ 20 മാർക്കും കംപ്ലീറ്റ് ആയി. 20 മാർക്കും കിട്ടും. മേക്കപ്പ് മിറർ, സോളാർ കോൺസെൻട്രേറ്റിൽ ഷേവിങ് മിറർ, സ്ട്രീറ്റ് ലൈറ്റിൽ റിയർ വ്യൂ മിറർ, വെഹിക്കിള്, കർവ്ഡ് റോഡ്സിലൊക്കെ വെച്ചേക്കുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്ത്? ഫിസിക്സ്. ഇനി അടുത്ത് നമുക്ക് ആരിലോട്ട് പോവാം? കെമിസ്ട്രിയിലോട്ട് പോവാം. അടുത്ത 20 മാർക്ക് കെമിസ്ട്രി. ചൂസ് ദ അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആപ്ലിക്കബിൾ ടു സോളിഡ് സബ്സ്റ്റൻസസ് ഫ്രം ദ ഫോളോയിങ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിലുള്ളതാണ്. അപ്പോൾ എന്താ ഈ കാണുന്നില്ല, നമ്മൾ 3 ടൈപ്പ് മാറ്റേഴ്സ് പഠിച്ചു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റേഴ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതിൽ 3 പോയിന്റ്സ് തന്നിട്ടുള്ളതിൽ ഏതാണ് സോളിഡിൻ്റെ പ്രത്യേകത? സോളിഡിൻ്റെ പ്രത്യേകത ഏതാണ്? ഒരു ഫിഗർ തന്നിട്ട് സോളിഡിലാണെങ്കിൽ എന്താണ്? തിക്ലി അറേഞ്ച്ഡ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ. ലിക്വിഡിൽ കുറച്ച് ഫ്രീ. ഗ്യാസിലാണെങ്കിലോ അങ്ങനെ പാറിപ്പറന്ന് നടക്കാം. അപ്പോൾ ഇതിൽ എനർജി ഏറ്റവും കൂടുതൽ, കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? നമ്മുടെ ഇങ്ങനെ ഞെരുക്കി പിടിച്ച് വെച്ചേക്കുന്നതാണോ അത് നമ്മളെ ഫ്രീ ആയിട്ട് വിടുന്നതാണോ നമുക്കിഷ്ടം? ഫ്രീ ആയിട്ട് വിടുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കൂടുതലായിരിക്കും? എനർജി കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ ആരാ ഫ്രീ ആയിട്ടിരിക്കുന്നത്? ഇത് സോളിഡ്, ഇത് ലിക്വിഡ്, ഇത് ഗ്യാസ്.
അപ്പോൾ ആരാ? നമ്മുടെ ഗ്യാസാണ് എന്ത് ചെയ്യുന്നത്? എനർജി വല്ല കമ്പനി അടിപൊളിയായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നത് ആരാണ്? ഗ്യാസ് ആണല്ലേ. അപ്പോൾ എനർജി ഓഫ് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഇസ് വെരി ഹൈ ആർക്കാണ്? ഗ്യാസിനാണ്. അപ്പോൾ അതാണോ ഉത്തരം? അതല്ല. കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഹാവ് ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അപ്പോൾ ഞെരിപിരി കൊണ്ടിരിക്കുന്ന ഇതിലാരാണ്? സോളിഡാണ്. അപ്പോൾ ഇത് സോളിഡാണ്. ഓക്കെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഇസ് വെരി ഹൈ. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ആരാണ് പാർട്ടിക്കിൾസ് തമ്മിലുള്ളത്? അത് ഗ്യാസാണ്. അപ്പോൾ ആൻസർ ഏതാ? രണ്ടാമത്തെ. കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഹാവ് വെരി ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ പോളിമർ ഫ്രം ദ ഫോളോയിങ്. പോളിമർ എന്താണ്? പോളിമർ ഒരുപാട് മോണോമേഴ്സ് ചേർന്നുണ്ടാവുന്നതാണ് പോളിമർ അല്ലേ. അപ്പോൾ ഇതിൽ പോളിമർ ഏതാ? അമിനോ ആസിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്. ഏതാ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സൈഡ് ബോക്സിൽ തന്നിട്ടുണ്ട്. പ്രോട്ടീനാണ് എന്ത്? പോളിമർ. അപ്പോൾ പ്രോട്ടീൻ ഒരു മോണോമർ കാണില്ലേ? മോണോമർ ഏതാ? അമിനോ ആസിഡ്. അപ്പോൾ അമിനോ ആസിഡ് എന്താണ്? മോണോമർ. ഗ്ലൂക്കോസ് വേറെ എലമെൻറ്റ്സ് തമ്മിലുണ്ടാക്കിയ കാർബണും ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുണ്ടാക്കിയതാണ് ഗ്ലൂക്കോസ്. അപ്പോൾ അത് പോളിമർ ഒന്നുമല്ല. ഓക്കെ. അപ്പോൾ അതിലാണ് ആൻസർ പ്രോട്ടീനാണ് എൻ്റെ ആൻസർ. വാട്ടർ ഡ്രോപ്സ് അസ്യൂം സ്പെറിക്കൽ ഷേപ്പ് ഡ്യൂ ടു ഡാഷ്. ഇതും നമ്മുടെ സോപ്പ് ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തൂല്ലേ. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പിൽ കാണപ്പെടുന്നത്? എന്താണ് അതിൻ്റെ റീസൺ? ഒറ്റ റീസണേ ഉള്ളൂ. എന്ത്? സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം. അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ റൗണ്ടായിട്ട് കാണപ്പെടുന്നു. നോക്കിക്കോ. അഞ്ചാമത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. Mg എന്താ? മഗ്നീഷ്യം. O2 എന്താ? ഓക്സിജൻ. ഗിവ്സ് MgO, മെഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ. വാട്ടർ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഭയങ്കര സിമ്പിൾ അല്ലേ? ഇതിൽ റിയാക്റ്റൻസ് ഏത്? നമ്മുടെ ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ആര് എന്നാണ് ചോദ്യം. റിയാക്റ്റൻസ് പങ്കെടുക്കുന്നത് ആരൊക്കെ ചേർന്നാണ് ആ ഒരു ഗെയിമിൽ പങ്കെടുക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി. ആരൊക്കെയാണടാ? മഗ്നീഷ്യവും Mgയും O2 ആണ് എന്ത് ചെയ്യുന്നത്? റിയാക്റ്റൻസ് അല്ലേ. റിയാക്റ്റൻസ് ആരാ? Mgയും O2ഉം. അപ്പോൾ അവിടത്തെ പ്രോഡക്റ്റ് ആരായിരിക്കും? അപ്പോൾ ഈ Mgയും O2ഉം തമ്മിൽ ഗെയിം കളിക്കുമ്പോൾ ആരായിരിക്കും ഉണ്ടാവുക? മഗ്നീഷ്യം ഓക്സൈഡാണ് ഉണ്ടാവുക. അപ്പോൾ റിയാക്റ്റീവ് രണ്ട് മഗ്നീഷ്യം ഓക്സൈഡിൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ആരുണ്ടാവും? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും. ബാലൻസ് ദ എബോവ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ മുകളിൽ Mg + O2 ഗീവ്സ് MgO എന്ന് തന്നിട്ടുണ്ട്. Mg + O2 ഗീവ്സ് MgO എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു Mg ഉണ്ട്, അവിടെയും ഓക്കെ ഒരു Mg ഉണ്ട്. ശരി, ആയിക്കോട്ടെ. ഇവിടെ പക്ഷെ ആരുണ്ട്? രണ്ട് ഓക്സിജൻ ഉണ്ടല്ലേ. പക്ഷെ അവിടുത്തെ ഒരു ഓക്സിജൻ ഇവിടെ പോയി കാണുവാനില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ രണ്ട് ഓക്സിജൻ ഇട്ട് കൊടുക്കാം. ബാലൻസ് ആവണോ നോക്കാനാണ്. അപ്പോൾ രണ്ട് ഇട്ട് കൊടുക്കാം. രണ്ട് Mgയും രണ്ട് ഓക്സിജൻ 2 Mg. പക്ഷേ എന്നാലും കണക്ക് ശരിയാവുന്നില്ലല്ലോ. 2 Mg വേണ്ടേ? അവിടെ ഒരു Mg അല്ലേ ഉള്ളൂ. അപ്പോൾ എന്തിട്ട് കൊടുക്കാം? 2 Mg ഇട്ട് കൊടുക്കാം. 2 Mg ഇട്ടു. അപ്പോൾ 2 Mgയും 2 ഓക്സിജനും കൂടി ചേരുമ്പോൾ 2 MgO. കറക്റ്റാണ്, കണക്കായല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. ക്ലിയർ ആണോ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ. ഇനി നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ്. നാച്ചുറലായിട്ടും ഫൈബേഴ്സ് കാണാറുണ്ട്, സിന്തറ്റിക്കായിട്ടും ഫൈബേഴ്സ് കാണാറുണ്ട്. നമ്മൾ ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബേഴ്സ് യൂസ് ചെയ്യുമല്ലേ. അപ്പോൾ ഒരു നാച്ചുറൽ ഫൈബറിൻ്റെ പേര് പറഞ്ഞു. ഒരെണ്ണം മതി. ഗീവ് ദ നെയിം ഓഫ് എ. ഒന്ന് മതി. രണ്ടെണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഒന്ന് മതി. ഏതാണ് നാച്ചുറൽ ഫൈബർ? കോട്ടനും സിൽക്കും നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. കോട്ടൺ ആണെങ്കിൽ കോട്ടൺ പ്ലാന്റ് ട്രീ ഉണ്ട്, സിൽക്ക് ആണെങ്കിൽ നമ്മുടെ സിൽക്ക് വേം ഉണ്ട്. ഓക്കെ. റൈറ്റ് വൺ മെറിറ്റ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. എന്താണ് സിന്തറ്റിക് ഫൈബറിൻ്റെ ഒരു മെറിറ്റ്? എന്താണ് ഡ്യൂറബിലിറ്റി. കുറച്ച് കാലം യൂസ് ചെയ്യാൻ പറ്റും. ഹൈ ഡ്യൂറബിലിറ്റി. ഞാൻ കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹൈ ഡ്യൂറബിലിറ്റി, കുറേ കാലം
നീണ്ടു നിൽക്കും. കോട്ടൺ ആൻഡ് സിൽക്ക് ഓക്കെ. നാച്ചുറൽ ഫൈബേഴ്സ് ചീപ്പർ ദാൻ നാച്ചുറൽ ഫൈബേഴ്സിനൊക്കെ വളരെ ചീപ്പാണ് എന്ത് സിന്തറ്റിക് ഫൈബേഴ്സ്. പിന്നെ ഹൈ ഡ്യൂറബിലിറ്റി, ഒരുപാട് കാലം നിൽക്കും. റിങ്കിൾ ഫ്രീ, പെട്ടെന്ന് ഇങ്ങനെ ചുളുക്കൊന്നും വീഴില്ല. ഡ്രൈ ഈസിലി ഉണങ്ങിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക, നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും. ഇത്രയാണ് എന്ത് സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ മെരിറ്റ്സ്. വാട്ടർ പൊല്യൂഷൻ ആസ് എ ബേണിംഗ് ഇഷ്യൂ നൗവേഡേയ്സ്. ഉറപ്പായിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ന്യൂസ് എന്താണ്? വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. വാട്ടർ മാത്രമല്ല, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, എല്ലാം പൊല്യൂഷൻ തന്നെ ഇപ്പോൾ. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ്റെ ചാപ്റ്റർ 1 വേർഡൊക്കെ വരുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 1 വേർഡ് എന്താണ്? 1 വേർഡ് അല്ല, ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ടർ പൊല്യൂഷൻ എന്നാണ് വളരെ ദുർഘടമായിട്ടുള്ളൊരു കാര്യമാണ്. ദ ഡിപ്പോസിഷൻ ഓഫ് ബയോവേസ്റ്റ് ഇൻ വാട്ടർ റിസോഴ്സസ് റിസൾട്ട്സ് ഇൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ലൈഫ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അക്വാട്ടിക് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിൽ എന്തൊക്കെയുണ്ട്? പാവം മീനുകളുണ്ട്, മറ്റ് ജീവജാലങ്ങളുണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അക്വാട്ടിക് ലൈഫിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നുണ്ട്. ഡിപ്പോസിഷൻ, ബയോവേസ്റ്റ് ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നശിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും വേസ്റ്റ് ഇടുമ്പോഴത്തേനും അക്വാട്ടിക് ലൈഫ്? അത് ബയോവേസ്റ്റ് ഇടുമ്പോൾ അങ്ങനെ അക്വാട്ടിക് ലൈഫിനെ അഫക്റ്റ് ചെയ്യുക? എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? നമ്മൾ ഈ വേസ്റ്റ് കൊണ്ടിടുമ്പോൾ നമ്മുടെ വെള്ളം അറിയാലോ H2O ആണ്. അവിടെ ഡിസോൾവ്ഡ് ഓക്സിജനും ഉണ്ട്. ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മീനൊക്കെ ഇങ്ങനെ നീന്തുമ്പോഴത്തേന് കുമിള പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ കാർട്ടൂണിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഓക്സിജൻ ഡിസോൾവ് ആയിരിക്കില്ലേ? അപ്പോൾ ഓക്സിജൻ ഡിസോൾവ് ആയിരിക്കുമ്പോൾ മീനിനും ബാക്കിയുള്ള പ്ലാന്റ്സിനും ഒന്നും വളരെ ശാന്തമായിട്ട് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോവും. പക്ഷേ ഈ ബയോവേസ്റ്റ് കൊണ്ടിടുമ്പോൾ നമ്മുടെ വെള്ളത്തിലുള്ള എന്ത് കുറയുന്നുണ്ട്? ഓക്സിജൻ, ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറയുന്നുണ്ട്. അപ്പോൾ അക്വാട്ടിക് ലൈഫിനെ അത് ബാധിക്കില്ലേ? അത് തന്നെയാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ എന്താണ് ആൻസർ? ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ അവിടെ സംഭവിക്കും. ഓക്സിജൻ ഡിക്രീസസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ. കണ്ടോ, ഡിക്രീസസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ വാട്ടർ വിച്ച് ലീഡ്സ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് എ അക്വാട്ടിക് ലൈഫിൻ്റെ ഡിസ്ട്രക്ഷൻ അത് കാരണമാകും. ഓക്കെ, അപ്പോൾ അത് തടയാൻ വേണ്ടി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് എ പോസിബിൾ റെമഡിയൽ മെഷർ ടു പ്രിവെൻറ്റ് വാട്ടർ പൊല്യൂഷൻ തടയാൻ വേണ്ടിയിട്ട് എന്താണ്? വേസ്റ്റ് ഇടാതിരിക്കുക, അത് തന്നെയാണ് ഒരു മാർഗം. പിന്നെന്താ? ഫെർട്ടിലൈസേഴ്സ് ഒന്നും അധികം യൂസ് ചെയ്യാതെ, അതുപോലെ കെമിക്കൽസ്, ഫാക്ടറീസിൽ നിന്ന് കെമിക്കലൊക്കെ ഡയറക്റ്റായിട്ട് അക്വാട്ടിക് റീജിയൻസിലോട്ട് ഒഴുക്കാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള വഴികളേ ഉള്ളൂ നമുക്ക് ഈ വാട്ടർ പൊല്യൂഷൻ തടയാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേടാ? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഗിവൺ മെറ്റൽസ് റിയാക്ട്സ് മോർ വിഗറസ്ലി വിത്ത് ഡൈല്യൂട്ട് HCl? അതായത് അടുത്ത ക്വസ്റ്റ്യൻ, HCl അറിയാമല്ലോ, ഡൈല്യൂട്ടാണ്. കോൺസെൻട്രേറ്റഡ് HCl ഉണ്ട്, കോൺസെൻട്രേറ്റഡ് കുറച്ച് വീര്യം കൂടിയതാണ്. ഡൈല്യൂട്ടഡ് വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ള HCl ഉണ്ട്. അപ്പോൾ HCl ആയിട്ട് താഴെ ഒരു 4 എലമെൻറ്റ്സ് അല്ലെങ്കിൽ 4 മെറ്റൽസ് തന്നിട്ടുണ്ട്. 4 മെറ്റൽസിൽ ഏറ്റവും കൂടുതൽ HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് ആരാണ്? വേറെ ആരുമല്ല, മഗ്നീഷ്യമാണ് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ മഗ്നീഷ്യം റിയാക്ട് ചെയ്യുമ്പോൾ എന്തോന്ന് ഗ്യാസ് ആയിരിക്കും? അത് എളുപ്പമാണ്, ക്ലോറിൻ ഗ്യാസ്. അപ്പോൾ ഡൗട്ട് വരും, ക്ലോറിൻ ഗ്യാസും വരത്തില്ലേന്ന്. പക്ഷെ ക്ലോറിൻ എന്തായിട്ട് മാറും? ക്ലോറിൻ ഗ്യാസ് വരത്തില്ല. മഗ്നീഷ്യം ക്ലോറൈഡായിട്ട് ക്ലോറിൻ അങ്ങ് മിക്സ് ആവും, പ്ലസ് H2, ഹൈഡ്രജൻ ഗ്യാസാണ് അവിടെ ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ, അത്രയേ ഉള്ളൂ. നോക്കിക്കോ, ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ ആർ ടേക്കൺ ഇൻ 2 സെപ്പറേറ്റ് ബീക്കേഴ്സ്. 2 ബീക്കർ എടുക്കുക. 2 ബീക്കർ എടുക്കുന്നുണ്ട്. ഈ 2 ബീക്കറിലും എന്താണ്? സെപ്പറേറ്റ് ബീക്കറിൽ ഒന്നിൽ ഓയിൽ, ഓക്കെ, ഒന്നിൽ വെളിച്ചെണ്ണയും ഒന്നിൽ വെള്ളവും എടുക്കുന്നുണ്ട്. ഒരു വാട്ടർ ബാത്തിൽ വെച്ച് ചൂടാക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ബീക്കറുണ്ട്. ഈ 2 ബീക്കറിൽ ഒരു ബീക്കർ ഓയിലും ഒരു ബീക്കറിൽ വാട്ടറും. അപ്പോൾ ഇതിനെ നമ്മൾ ചൂടാക്കാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ടെമ്പറേച്ചർ റൈസസ് സ്ലോലി അറ്റ് സ്പെസിഫൈഡ് ടൈം? ഒരു പർട്ടിക്കുലർ ടൈം ആവുമ്പോൾ ഈ 2 സബ്സ്റ്റൻസിൽ, അതല്ലെങ്കിൽ വാട്ടറിനാണോ കോക്കനട്ട് ഓയിലാണോ ടെമ്പറേച്ചർ പതുക്കെ റൈസ് ചെയ്യുക എന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പ്രോപ്പർട്ടി, അതായത് ഇപ്പം ഇതിനൊരു റീസൺ ഉണ്ടല്ലോ,
റൈറ്റ്, വൺ സിറ്റുവേഷൻ ഇൻ വിച്ച് ദിസ് പ്രോപ്പർട്ടീസ് മേഡ് യൂസ് ഓഫ്. അപ്പോൾ ഈ ഒരു റീസൺ ഉണ്ടല്ലോ, ഇതിൽ ഏതോ ഒരു സാധനം പതുക്കെയാണ് ചൂടാവുന്നത്, ടെമ്പറേച്ചർ ആവുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടി എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആൻസർ ഒന്ന് പറഞ്ഞേ. സ്വാഭാവികം വാട്ടർ എന്നുള്ള ചാപ്റ്ററിലുള്ളതാണ് വാട്ടർ. സ്വാഭാവികമായിട്ടും ആർക്ക് തന്നെയാണ്, നമ്മുടെ വെള്ളത്തിന് തന്നെയാണ് ആ കഴിവ്. നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നൊക്കെ പറയും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെ. വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ്. അതായത് വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്, ഒരുപാട് നേരം ഹീറ്റ് എന്ത് ചെയ്യാനുള്ള, ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്ക് കൂടുതലാണ്, മറ്റ് എല്ലാ സബ്സ്റ്റൻസിനെ കമ്പയർ ചെയ്ത് നോക്കിയാലും വാട്ടറിന് കുറച്ചത് കൂടുതലാണ്. വാട്ടർ ഈസ് യൂസ്ഡ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ഈ കാറിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാറിലോ എന്തെങ്കിലും നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ കുറച്ച് ദൂരം കഴിയുമ്പോൾ വെഹിക്കിൾ നിൽക്കുന്നെങ്കിൽ ഈ പുകയൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും, അത് തണുപ്പിക്കാൻ കുറച്ച് പേര് വെള്ളം എടുത്ത് ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ. അത് ഈ വാട്ടറിൻ്റെ പ്രത്യേകതയാണ്. വേറെ എന്തെങ്കിലും ഒഴിച്ചുകൂടെ, ഓയിൽ ഒഴിച്ചുകൂടെ, എന്തുകൊണ്ടാണ് വാട്ടർ ഒഴിക്കുന്നത്? കാരണം എന്താ, അത് റെഗുലേറ്റ്, ഈ ഓട്ടോമൊബൈൽസിലെ ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മളെ വെള്ളത്തിനുണ്ട്. അതുകൊണ്ടാണ് റേഡിയേറ്റേഴ്സിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നത്, വെള്ളം യൂസ് ചെയ്യുന്നത്. പുകയൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, എൻജിനിൽ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, അതൊന്ന് തണുത്ത ആ ഒരു ഹീറ്റിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ അതിൻ്റെ പ്രത്യേകത? അപ്പോൾ വാട്ടറിൻ്റെ ഏത് ക്വാളിറ്റിയാണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ ഓഫ് ചാക്ക് പൗഡർ ആൻഡ് വാട്ടർ ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിങ് എ ഫിൽറ്റർ പേപ്പർ. അതായത് ചോക്ക്, നമ്മുടെ വൈറ്റ് ബോർഡിലല്ലോ ബ്ലാക്ക് ബോർഡിൽ യൂസ് ചെയ്യുന്ന വൈറ്റ് ചോക്കില്ലേ, അതുണ്ട്. അതിനെ നമ്മൾ എങ്ങോട്ട്, വെള്ളത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക. ടു വിച്ച് ടൈപ്പ് ഡസ് ദിസ് മിക്സ്ചർ ബിലോങ്? അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ചോക്ക് കലക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന മൂന്നെണ്ണത്തിൽ ട്രൂ സൊല്യൂഷൻ ആണോ, കൊളോയിഡ് ആണോ, സസ്പെൻഷൻ ആണോ? ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കാം. ട്രൂ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഉപ്പ് വെള്ളമൊക്കെ സോൾട്ട് സൊല്യൂഷൻ ഇല്ലേ, അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തരി പോലും ബാക്കി വരുന്നത് അതിൽ മൊത്തത്തിൽ ഡിസോൾവ് ആവുന്നുണ്ട്. അതാണ് ട്രൂ സൊല്യൂഷൻ. കൊളോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് അങ്ങനെ നടക്കും, കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവുന്നുണ്ട് എന്ന് വെച്ചാൽ ഡിസോൾവ് ആവുന്നുണ്ട്. സസ്പെൻഷൻ എന്താ, അടിയിൽ എന്ത് ചെയ്യും, വന്ന് അടിഞ്ഞു കൂടും. അതായത് നമ്മളൊരു ഗ്ലാസ്സിൽ എന്തെടുത്തു കഴിഞ്ഞാൽ, ചോക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടിയിൽ എന്ത് ചെയ്യും, അത് വന്ന് സസ്പെൻഡ് ചെയ്യും. അതാണ് സസ്പെൻഷൻ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ചോക്ക് പൗഡർ ഡിസോൾവ് ആവുമോ? ഒരിക്കലും ഇല്ല. ചോക്ക് പൗഡർ എന്താണ്, സസ്പെൻഷനാണ്. അപ്പോൾ അവിടുത്തെ ആൻസർ സസ്പെൻഷൻ. റൈറ്റ് എനി ടു അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിക്സ്ചർ ബിലോങ് ടു ദിസ് ടൈപ്പ്. എന്താണ് സസ്പെൻഷൻ്റെ ബാക്കി രണ്ട് പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ അല്ലേ, ഞാൻ പറഞ്ഞു ചോക്ക് താഴെ വന്ന് ഗ്ലാസ്സിൽ ഇങ്ങനെ അടിഞ്ഞു കൂടും. അപ്പോൾ പാർട്ടിക്കിൾസ് ആണ് സെറ്റിൽ ഡൗൺ ആണ്. ദ ലൈറ്റ് ഫോളിങ് ഓൺ ദ മീൻസ് റിഫ്ലക്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി. എന്താണ്, ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. ഇത് രണ്ടാണ് പ്രത്യേകത. ഇനി നോക്കിക്കോ, 3 samples ആർ ഗിവൺ ബിലോ. 3 സാമ്പിൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സാമ്പിളിൽ വാട്ടർ ഇൻ വിച്ച് കാൽഷ്യം സൾഫേറ്റ് ഈസ് ഡിസോൾവ്. കാൽഷ്യം സൾഫേറ്റ് വെള്ളത്തിൽ ലയിച്ചിരിക്കുന്നു. രണ്ടാമത്തത് ഡിസ്റ്റിൽഡ് വാട്ടർ, ഡിസ്റ്റിലേഷൻ നടത്തിയ വാട്ടർ. മൂന്നാമത്തത് വാട്ടർ ഇൻ വിച്ച് magnesium bicarbonate ഈസ് ഡിസോൾവ്. മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ഡിസോൾവ് ആകുന്നത്. ഈ മൂന്നും കണ്ടിട്ട് എവിടെയെങ്കിലും കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിപ്പിച്ചതായിട്ട്? നമ്മൾ ടെമ്പററി ഹാർഡ്നെസ്, പെർമനൻറ്റ് ഹാർഡ്നെസ് ഒക്കെ പഠിച്ചില്ലേ, ആ മേഖലയിൽ വരുന്നതാണ്. നോക്കിക്കോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സാമ്പിൾ ഡസ് സോപ്പ് ലാദർ റെഡിലി? ഒരു കുഴപ്പമില്ലാതെ സോപ്പ് പതയുന്നത് ഏത് വെള്ളത്തിലായിരിക്കും? പറഞ്ഞേ. ഒരു കുഴപ്പമില്ലാതെ സോപ്പ് പതയുന്നത് ഏതിലാ? ഡിസ്റ്റിൽഡ് വാട്ടറിലല്ലേ. ഇതിൽ നോക്കാനൊന്നുമില്ല. കാരണം എന്താ, കാൽഷ്യം സൾഫേറ്റ് ഒരു സാധനം അതിലുണ്ട്. അതെന്തെങ്കിലും മാറ്റി കഴിഞ്ഞാൽ മാത്രമേ സോപ്പ് പതയുള്ളൂ. മെഗ്നീഷ്യം ബൈകാർബണേറ്റ് വേറൊരു കെമിക്കൽ അതിലുണ്ട്. അതും മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂടാ, സോപ്പ് പതയുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? ഡിസ്റ്റിൽഡ് ബി ഡിസ്റ്റിൽഡ് വാട്ടർ. ക്ലിയർ അല്ലേ? ഐഡൻറ്റിഫൈ ദ സാമ്പിൾ ഇൻ വിച്ച് സോപ്പ് ലാദേഴ്സ് റെഡിലി ഓൺ ഹീറ്റിംഗ്. നമ്മൾ പെർമനൻറ്റ് ഹാർഡ്നെസ്സും ടെമ്പററി ഹാർഡ്നെസ്സും പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ചൂടാക്കുമ്പോൾ പോകുന്നത് ടെമ്പററി ഹാർഡ്നെസ്. അതായത് ഒരു സാധനം അടിഞ്ഞ് വെള്ളത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഗാഢത അതല്ലെങ്കിൽ ആ ഒരു ഹാർഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് ചൂടാക്കുമ്പോൾ പോകുന്നത് ടെമ്പററി ഹാർഡ്നെസ്സാണ്, അതായത് താൽക്കാലികമായിട്ട്. പക്ഷെ ചില വെള്ളത്തിൽ എന്ത് ചെയ്യില്ല, ചൂടാക്കിയാലും ബോയിൽ ചെയ്താലും ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് മാറാൻ പറ്റില്ല. അത്
പെർമനൻ്റ് ഹാർഡ്നെസ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു കാൽഷ്യം അടങ്ങുന്ന സാധനങ്ങളുള്ളത് പെർമനൻ്റ് ഹാർഡ്നെസ് ആണ്. പെർമനൻ്റ്. മഗ്നീഷ്യം ബൈകാർബണേറ്റ് എന്താ? ടെമ്പററി. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ചൂടാക്കുമ്പോൾ സോപ്പ് പതയുന്നത് ഏതായിരിക്കും? ചൂടാക്കുമ്പോൾ പോകുന്നതാണ്. ചൂടാക്കുമ്പോൾ ഹാർഡ്നെസ് പോകുന്നെങ്കിൽ അതിൽ സോപ്പ് പതയൂലേ? അങ്ങനെ ഏതാ? ടെമ്പററി ആയിട്ടുള്ളത് മഗ്നീഷ്യം ബൈകാർബണേറ്റ്. കാരണം അത് ടെമ്പററി ഹാർഡ്നെസ് ആണ്, ബോയിൽ ചെയ്യുമ്പോൾ നഷ്ടപ്പെടും. പോളിവിനൈൽ ക്ലോറൈഡ് ഇസ് യൂസ്ഡ് ഫോർ പ്ലംബിംഗ്, പ്രൊഡക്ഷൻ ഓഫ് റെയിൻകോട്ട്സ്, ബോട്ടിൽ എക്സെട്ര. PVC പോളിവിനൈൽ ക്ലോറൈഡ്, നമ്മൾ PVC പൈപ്പ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ സാധനം. അപ്പോൾ അത് തന്നിട്ട് പ്ലംബിങ്ങിന് യൂസ് ചെയ്യും, റെയിൻകോട്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, ബോട്ടിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഏത് ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് PVC? ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ബോക്സിൽ ഇതിനെപ്പറ്റി തന്നിട്ടുണ്ട്. എന്താണ് PVC? ഏത് ടൈപ്പ് പ്ലാസ്റ്റിക്? 2 ടൈപ്പ് ഉണ്ടല്ലേ, തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സും. അപ്പോൾ ഇത് ഏത് ടൈപ്പാണ്? തീർച്ചയായിട്ടും ഇത് തെർമോ പ്ലാസ്റ്റിക്സ്. ഓക്കെ, 1 മാർക്കായി. റൈറ്റ് എനി പെക്യുലാരിറ്റി ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി വൺ മെത്തേഡ് ദാറ്റ് ക്യാൻ റിഡ്യൂസ് പൊല്യൂഷൻ ഡ്യൂ ടു പ്ലാസ്റ്റിക്. തെർമോ പ്ലാസ്റ്റിക്സിൻ്റെ ഒരു ഉപയോഗം പറയുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് എനി വൺ മെത്തേഡ് ദാറ്റ് ക്യാൻ റിഡ്യൂസ് പൊല്യൂഷൻ ഡ്യൂ ടു പ്ലാസ്റ്റിക്. അപ്പോൾ എന്തായിരിക്കും തെർമോ പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത? തെർമോ പ്ലാസ്റ്റിക് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ട്രാൻസ്ഫോർമേഷൻ നടക്കും, ചേഞ്ച് ഫോം ആവും. ഓക്കെ, അതാണ് തെർമോ പ്ലാസ്റ്റിക്സിൻ്റെ പ്രത്യേകത. റെഡ്യൂസ് പൊല്യൂഷൻ ഡ്യൂ ടു പ്ലാസ്റ്റിക്. എന്താണ്? പ്ലാസ്റ്റിക് റീയൂസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് യൂസ് ചെയ്യുക, കഴിയുന്നതും പേപ്പർ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോഴത്തേനും നമുക്ക് ഒരു പരിധി വരെ എന്ത് സഹായിക്കും? പ്ലാസ്റ്റിക് പൊല്യൂഷൻ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. ക്ലിയർ? അത്രേ ഉള്ളൂ. അപ്പം കെമിസ്ട്രിയിൽ 20 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ ഇതിൽ? അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ബയോളജിയിൽ 20 മാർക്കിലോട്ട് പോവാം. ബയോളജി ഒക്കെ ഭയങ്കര സിമ്പിളായിരുന്നു എക്സാം, നല്ല പടം. നെയിം ദ സെൽ ഓർഗനൽ ഗിവൺ ബിലോ, റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഇതും ടെക്സ്റ്റിലുള്ള അതേ പടമാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. എന്താണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്? കാണാൻ ഒരു വൃത്തിയില്ലെങ്കിലും ഇത് പഠിക്കണം. ഇങ്ങനെ ഇരിക്കും. എന്താ ഇത് സിമ്പിളാണോ അതോ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടിരിക്കുകയാണോ? ഭയങ്കര കോംപ്ലക്സ് ആയിട്ടിരിക്കുക ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊരു കോംപ്ലക്സ് ആണ്. എന്ത് കോംപ്ലക്സാ? ഗോൾഗി കോംപ്ലക്സ്. അതെന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള ഒരു സെൽ ഓർഗനലാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഗോൾഗി കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനും ചോദിച്ചിട്ടുണ്ട്. കളക്ട്സ് സെൽ സെക്രീഷൻസ് ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ്, മ്യൂക്കസ് എക്സെട്ര ആൻഡ് സ്മോൾ വെസിക്കിൾസ്. അപ്പോൾ ചെറിയ വെസിക്കിളിൽ എന്ത് ചെയ്യുന്നുണ്ട്? എൻസൈംസിനെയും ഹോർമോൺസിനെയൊക്കെ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അതാണ് ആരുടെ ഫംഗ്ഷൻ? ഗോൾഗി കോംപ്ലക്സിൻ്റെ. ഇതെവിടെയാണ്? ഗ്ലാൻഡുകളിലാണ് കൂടുതലായിട്ടും, ഗ്ലാൻഡുലർ സെൽസിലാണ് എന്ത് കാണുന്നത്? ഗോൾഗി കോംപ്ലക്സ് കൂടുതലായിട്ട് കാണുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഡൗൺ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. അതായത് 4 സാധനം തന്നിട്ടുണ്ട്, അതിൽ ഓഡ് വൺ ഏതാണ്? എൻഡോമെട്രിയം, ടെസ്റ്റിസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, വാസ് ഡിഫറൻസ്. ഇത് 4ഉം റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് അല്ലേ? ഇത് 4ഉം റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നതാണ്. പക്ഷേ ഇതിൽ ഏതോ ഒന്ന് മാത്രം ഡിഫറൻറ്റ്. ഏതോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് വരുന്നത്, ഏതോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് വരുന്നത്. അപ്പോൾ ഏതോ നോക്കാം. ടെസ്റ്റിസും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും വാസ് ഡിഫറൻസും എന്താ? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണല്ലേ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എൻഡോമെട്രിയം നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓഡ് വൺ ഏതാ? എൻഡോമെട്രിയം. ക്ലിയർ അല്ലേ? ആൻസർ ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ ഗിവൺ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിൻ കൊന്നിട്ടുണ്ട്. ഫുഡ് ചെയിൻ എന്താ?
ഒന്നിനെ മറ്റൊന്ന് തിന്നുന്നു, അതിനെ വേറൊന്ന് തിന്നുന്നു, അങ്ങനെ. അപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഇസ് ദ പ്രൈമറി കൺസ്യൂമർ? എന്താണ് പ്രൈമറി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ? പ്രൈമറി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെവലിൽ വരുന്നത്, ആദ്യത്തെ ട്രോപ്പിക് ലെവലല്ല ചോദിക്കുന്നത്, പ്രൈമറി കൺസ്യൂമർ ആണ്. അപ്പോൾ പ്രൈമറി കൺസ്യൂമർ ആരാണ് ആദ്യത്തിൽ? ഗ്രാസ് ഹോപ്പറാണ്. ഓക്കെ, ഗ്രാസ് ഹോപ്പറാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് കൺസ്യൂമർ ഇത്, സെക്കൻഡറി കൺസ്യൂമർ ഇത്, ടെർഷ്യറി കൺസ്യൂമർ ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ട്രോപ്പിക് ലെവൽ ഡസ് സ്നേക്ക് ബിലോങ് ടു? സ്നേക്ക് ഏത് ട്രോപ്പിക് ലെവലാണ്? അപ്പോൾ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ ആരാ? നമ്മളെ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ ആരാണ്? ഗ്രാസ്. അപ്പോൾ ഗ്രാസ് ആണ് ഒന്നാമത്തെ ട്രോപ്പിക് ലെവൽ. രണ്ടാമത്തത് ഗ്രാസ് ഹോപ്പർ, മൂന്നാമത്തത് ഫ്രോഗ്, നാലാമത്തത് സ്നേക്ക്. അപ്പോൾ ഏത് ഫോർത്ത് ട്രോപ്പിക് ലെവലാണ് ആര് വരുന്നത്? സ്നേക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ വന്നിട്ട്, ആൻസർ ഏതാ? പ്രൈമറി കൺസ്യൂമർ ഗ്രാസ് ഹോപ്പർ, സ്നേക്ക് വരുന്നത് ഫോർത്ത് ട്രോപ്പിക് ലെവൽ. ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, റിലേഷൻ മനസ്സിലാക്കിയിട്ട് ഫിൽ ചെയ്യാം. ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ഏതൊക്കെയാണ്? ഈസ്ട്രജൻ ഉണ്ട്, പ്രൊജസ്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഈസ്ട്രജൻ ആണ്. ഈസ്ട്രജൻ. അപ്പോൾ ഫീമെയിലിന് ഈസ്ട്രജൻ ആണെങ്കിൽ മെയിലിന് ഏതായിരിക്കും? ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, ടെസ്റ്റോസ്റ്റിറോൺ. ഇനി ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബൈനറി ഫിഷനാണ്. ഇങ്ങനെ മുറിഞ്ഞു പോകും. പക്ഷെ ഹൈഡ്രയ്ക്ക് എന്തായിരിക്കും? ഹൈഡ്ര ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇതല്ലേ ഹൈഡ്ര, ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇതാണ് ഹൈഡ്ര എന്താണ് ചെയ്യുന്നത്? ഒരു ബഡ് ഇളകിപ്പോവും, എന്നിട്ട് അത് വലിയ ഹൈഡ്രേറ്റ് മാറും. വീണ്ടും ഒരു ബഡ് കാണും, അത് ഇളകിപ്പോവും, വീണ്ടും വലിയൊരു ഹൈഡ്രേറ്റ് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഹൈഡ്രയ്ക്ക്? ബഡ്ഡിങ്. ഓക്കെ, complete the illustration related to biodiversity services using the given hints. അപ്പോൾ ഇതിലൊരു 4 ഹിൻറ്റ് തന്നിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി സർവീസസ് ഏതൊക്കെയാണെന്ന് തിരിച്ചെഴുതുക. ഒന്നാമത്തെ തന്നിരിക്കുന്നത് ഇക്കോളജിക്കൽ സർവീസസ്. ഏതാ ഇക്കോളജിക്കൽ സർവീസ് വരുന്നത്? ഇക്കോളജിയായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇക്കോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്, എന്നാലും ഇക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യതയുള്ളത് ഏതാ? ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ആണ്. അപ്പോൾ O2 CO2 ബാലൻസ് ആണ് എന്ത്? ഇക്കോളജിക്കൽ സർവീസ്. ഓക്കെ, ഇനി ഓക്സിലറി സർവീസ് ഏതാ? ഓക്സിലറി സർവീസ് ഏതാടാ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, ബയോളജിക്കൽ കൺട്രോൾ. കൾച്ചറുമായിട്ട് ബന്ധപ്പെടുന്ന കാണുമ്പോൾ അറിയാം, റിച്വൽ ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, അടുത്തോ അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ ഫ്യൂവൽസ്. ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ. നോക്കിക്കോ, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇതെന്താ സാധനം? നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ. ഇതെന്താ സാധനം? എന്താ? ഐഡൻറ്റിഫൈ നെയിം ദ ഫിഗർ. എന്താടാ ഫിഗറിൻ്റെ പേരെന്താ? എന്താണ് ഫിഗറിൻ്റെ പേര്? മെയിൽ ഗാമീറ്റ് ആണല്ലേ? മെയിൽ ഗാമീറ്റ്, അല്ലെങ്കിൽ ഇതിനെ സ്പേം എന്ന് പറയും. മെയിൽ ഗാമീറ്റ് അല്ലെങ്കിൽ സ്പേം, മെയിൽ റീപ്രൊഡക്ഷനിലുള്ളതാണ്. ഇനി വിച്ച് സെൽ ഓർഗനൽ ഈസ് ഫൗണ്ട് ഇൻസൈഡ് ദ പാർട്ട് മാർക്ക്ഡ് ആസ്? ഈ സെൽ ഓർഗനൽ, ഈ എക്സ് എന്ന് ഇത് ഹെഡ്, തല, ഇത് വാല്, നടുക്കൊരു സാധനം ഉണ്ടല്ലോ, അതെന്താ? മൈറ്റോകോൺട്രിയ. ക്ലിയർ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി എന്താ മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്താ? പ്രൊവൈഡ് എനർജി. മൈറ്റോകോൺട്രിയ എന്താണ്? എനർജിയുടെ ആയിട്ട് ബന്ധപ്പെട്ടാണ് മൈറ്റോകോൺട്രിയ വരുന്നത്. അപ്പോൾ എന്താണ്? നമ്മുടെ സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് എന്താണ്? സഹായിക്കുന്നുണ്ട്. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. It is not essential to protect indigenous varieties when plenty of high quality hybrids are available. Do you agree with this statement? Justify your opinion. അതായത് ഇത്രയും ഹൈബ്രിഡ് ക്വാളിറ്റി സീഡ്സും ഹൈബ്രിഡ് ക്വാളിറ്റി പ്ലാന്റ്സ് ഒക്കെ വന്നെങ്കിലും ഇൻഡിജിനസ്
വെറൈറ്റീസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ശരിയോ തെറ്റോ? നിങ്ങളത് ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് അംഗീകരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. നോ. എന്താണ്? നോ ആണ് ആൻസർ. എന്തുകൊണ്ടാണ്? ഇൻഡിജിനസ് വെറൈറ്റീസ് ഹാവ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലേ? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് ഇൻഡിജിനസ് വെറൈറ്റീസ്. ദ മാനേജ്മെൻറ്റ് കോസ്റ്റ് എന്താണ്? ഭയങ്കര കുറവാണ്. ദ ക്രോപ്സ് ഓഫേഴ്സ് ഡൈവേഴ്സ് ടേസ്റ്റ്. വി ക്യാൻ ഡെവലപ്പ് ന്യൂ ക്വാളിറ്റി വെറൈറ്റീസ് ഓൺലി ഫ്രം ഇൻഡിജിനസ് വെറൈറ്റീസ്. അപ്പോൾ ഇൻഡിജിനസ് വെറൈറ്റീസ് ഉണ്ടാക്കാൻ പുതിയ പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബേസ് ഏത് തന്നെയാണ്? ഇൻഡിജിനസ് വെറൈറ്റിയാണ്. ഓക്കെ. ദ റിലവൻറ്റ് പാർട്ട് ഓഫ് എ സയൻസ് ജേർണൽ ഇസ് ഗിവൺ ബിലോ. Analyze it and answer the questions. A decrease in the level of hemoglobin in the blood of the adolescent children can cause a loss of memory and concentration. എന്താണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഡിക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ബ്ലഡിലുള്ള എന്തോ ഒരു സാധനമാണ് എന്ത്? ബ്ലഡിന് നിറം കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അഡോളസെൻ്റ് പിള്ളേർക്ക് എന്തുണ്ടാവും? മെമ്മറി ലോസ് ഒക്കെ ഉണ്ടാവും. എന്താണ്? വിച്ച് ഡിസീസ് കണ്ടീഷൻ ഈസ് മെൻഷൻ ഹിയർ? ഏത് ഡിസീസ് കണ്ടീഷനാണ്? ഏത് എലമെൻ്റാണ്? കാരണം എന്താണ്? നമ്മളെ കണ്ണൊക്കെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കണ്ണ് ഇങ്ങനെ പിടിച്ച് നോക്കാറുണ്ട്. ബ്ലഡ് ഉണ്ടോ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ബ്ലഡ് ഇല്ലെങ്കിൽ അത് എന്ത് അസുഖമെന്നാണ് ഈ അർത്ഥം? അനീമിയ. ഏത് എലമെൻ്റാണ്? അയണിൻ്റെ അഭാവം മൂലമാണ് എന്തുണ്ടാവുന്നത്? അനീമിയ. വാട്ട് ആർ ദ ചേഞ്ചസ് ടു ബി മെയ്ഡ് ഇൻ ദ ഫുഡ് ഹാബിറ്റ്? അപ്പോൾ ഈ അനീമിയ ഉണ്ടാവാൻ നിറയെ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, അയൺ റിച്ച് ഫുഡ് കഴിക്കുക, അതൊക്കെ തന്നെയാണ് മാർഗം. ഓക്കെ. അനീമിയ റെഫറൻസ് ചെയ്യാൻ including iron-rich food items in the diet. Eat food containing iron, take into green vegetables, leafy vegetables, fruits, lentils. ഇതൊക്കെ ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പ്ലാന്റ് ടിഷ്യൂസ് തന്നിട്ടുണ്ട്. ഇത് ഏതായിരിക്കും? നമ്മൾ തിന്നുവാളൊക്കെ ആയിട്ട് നിങ്ങളെ പാവം പോലെ ഇരിക്കുന്ന സാധനം എന്താ? പാരൻ കൈമ. ഇതെന്താ സാധനം? കോളൻ കൈമല്ലോ, സോറി. സ്ക്ലീറൻ കൈമ. എന്തുകൊണ്ട്? തിക്ക് വാൾസ് ആണല്ലേ? തിക്ക് വാൾസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തെന്താ? സോറി, പാരൻകൈമ, സ്ക്ലീറൻ കൈമ. അപ്പോൾ പാരൻകൈമയുടെ ഫംഗ്ഷൻ എന്താണ്? ഇത് സ്ക്ലീറൻ കൈമയുടെ ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. എന്താണ്? ഗീവ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ്, ട്രാൻസ്പോർട്ടേഷൻ. കോളൻ കൈമയുടെ ഫംഗ്ഷനോ? ഫ്ലെക്സിബിലിറ്റി. ക്ലിയർ അല്ലേ? ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. സ്റ്റോറേജ് ഓഫ് ഫുഡാണേ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതെന്താ സാധനം? പാരൻ കൈമ. സോഫ്റ്റ് ടിഷ്യൂ ആണ്, തിൻ വാൾസ് ആണ്. ഓക്കെ. ഇത് കോളൻ കൈമ. ഇതെന്താ? തിക്ക് വാൾസ് ഉള്ളത്? സ്ക്ലീറൻ കൈമ. ഓക്കെ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? സ്ക്ലീറൻ കൈമയുടെ ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. സ്ക്ലീറൻ കൈമയുടെ ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയും ഫംഗ്ഷനാണ് ഈ സിയിലും ഡിയിലും എഴുതേണ്ടത്. അപ്പോൾ പാരൻ കൈമയുടെ ഫംഗ്ഷൻ എന്താ? സ്റ്റോറേജ് ഓഫ് ഫുഡൊക്കെ സ്റ്റോറേജ് ചെയ്യുക. ഇത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ്സ്. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? അത്രേ ഉള്ളൂ. ഓക്കെ, നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ഇൻ ദ ഇക്കോസിസ്റ്റം. ഇൻട്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇൻട്രാക്ഷൻസ് അപ്പോൾ എന്താണെന്ന്? പാരസൈറ്റിസം. അപ്പോൾ അതിൻ്റെ പെക്യുലാരിറ്റീസ് എഴുതുക, അതിനുള്ള എക്സാമ്പിളും കൊടുക്കുക. പാരസൈറ്റിസം എന്താ? ഒന്നിന് ഗുണമാണ്, ബെനിഫിഷ്യൽ ടു ഒന്നിന് ഗുണമാണ്, മറ്റേനെന്താ? ഹാംഫുൾ ആണ് അല്ലേ?
ഹാംഫുൾ ആണ്. അതാണ് പാരസൈറ്റിസ്. അതായത് ഹോസ്റ്റിൻ്റെ ശരീരത്തിൽ കയറി അതിനുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കുമ്പോൾ ഈ കയറിയിരിക്കുന്ന സാധനത്തിനല്ല യൂസ് ഉള്ളത്. അതാണ് പറയുന്നത് ഒന്നിന് ബെനിഫിഷ്യൽ ആണ്, മറ്റൊന്നിന് എന്താണ് ഹാംഫുൾ ആണ്. എന്താ? മാംഗോ ട്രീയും, എക്സാമ്പിൾ മാംഗോ ട്രീയും ലൊറാന്തസ്, നമ്മൾ ഇത്തിളെന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഓക്കെ, അതാണ്. ഇനി അടുത്ത് നോക്കിക്കോ, ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് നെയ്തർ ബെനിഫിഷ്യൽ നോർ ഹാംഫുൾ. അതായത് ഒരാൾക്ക് ബെനിഫിഷ്യലാണ്, മറ്റൊരാൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഗുണമില്ല ദോഷമില്ല. അതെന്താണ്? അതെന്ത് ടൈപ്പ് ഇൻറ്ററാക്ഷനാണ്? കമൻസാലിസം. എന്താണ്? കമൻസാലിസം അല്ലെങ്കിൽ കമൻസലിസം എന്നൊക്കെ പറയാം. എന്താണ് കമൻസലിസം? കമൻസലിസം എന്താ? നമ്മളെ ക്രോയും കൗവും വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇനി നോക്കിക്കോ, ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ. ഫ്ലവറും ബട്ടർഫ്ലൈയും എന്താ? മ്യൂച്വലിസം ആണല്ലേ. മ്യൂച്വലിസം, പരസ്പരം നല്ല, രണ്ടുപേർക്കും ഗുണമാണ്. ഓക്കെ, ഫ്ലവറിന് പോളിനേഷൻ നടക്കും, ബട്ടർഫ്ലൈക്ക് അതിൻ്റെ ആഹാരം കിട്ടും. ക്ലിയർ? ആൻസർ നോക്കാം, ഇതാണോന്ന്. ഹാഫുള്ളത് പാരസൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്റ്റ് ഫോർ ന്യൂട്രീഷൻ. മാംഗോ ട്രീയും ലൊറാന്തസും കമൻസാലിസം. മാംഗോ ട്രീയും വാൻഡയും. ക്രോ ആൻഡ് കൗ എടുക്കാം നമുക്ക്. മ്യൂച്വലിസം, ബെനിഫിഷ്യൽ ടു ബോത്ത് ഓർഗാനിസംസ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. Analyze the statement related to 5 kingdom classification and answer the questions. Some bacteria belonging to kingdom Monera are different from the bacteria in cell structure and physical functions. അപ്പോൾ ബാക്ടീരിയസ് എല്ലാം യൂണിസെല്ലുലറൊക്കെ എവിടെയാണ്? നമ്മൾ കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചില ബാക്ടീരിയാസ് അതിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിലും സെൽ സ്ട്രക്ചറിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ബാക്ടീരിയ ഏതാണ്? നമ്മൾ പഠിച്ചല്ലോ, എന്ത് ബാക്ടീരിയ അത്? ആർക്കെ ബാക്ടീരിയ. ആർക്കെ ബാക്ടീരിയ അല്ലേ? അപ്പോൾ വാട്ട് മോഡിഫിക്കേഷൻ വാസ് മെയ്ഡ് ഇൻ ദ 5 kingdom ക്ലാസിഫിക്കേഷൻ ടു ഇൻക്ലൂഡ് ദിസ്? അതായത് ഞാൻ പറഞ്ഞു, ഈ ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പുതിയൊരു ഫോം കൊണ്ടുവന്നു. 6 kingdom ക്ലാസിഫിക്കേഷൻ, ഒരു ക്ലാസിഫിക്കേഷനും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ആ ക്ലാസിഫിക്കേഷന് എന്താണ്? 6 kingdom ക്ലാസിഫിക്കേഷൻ വന്നു. അതിന് ആർക്കി ആൻഡ് ബാക്ടീരിയ എന്ന് പറഞ്ഞു. പിന്നെ അത് ഡൊമൈൻ എന്ന് പറയുന്ന പുതിയൊരു ക്ലാസിഫിക്കേഷൻ, ഒരു പുതിയൊരു കിങ്ഡവും അവിടെ കൊണ്ടുവന്നു. അതാണ് മോഡിഫിക്കേഷൻ. നെയിം ദ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ? കാൾ വോസ്. പിന്നെ which level of classification above the kingdom was proposed by him? തീർച്ചയായിട്ടും എന്താ? 5 kingdom ഓൾറെഡി ഉണ്ട്, ഒരാൾ വീണ്ടും കൊണ്ടുവന്നു. എന്താണ്? 6 kingdom ക്ലാസിഫിക്കേഷൻ. ക്ലിയർ അല്ലേ? ആർക്കി ബാക്ടീരിയ, മൊണീറ വീണ്ടും ഡിവൈഡ് ചെയ്തു 2 കിങ്ഡമായി. ആർക്കിയും ബാക്ടീരിയ ആയി. വീണ്ടും ഒരു ലെവല് കിങ്ഡം കൂടെ വന്നു. ആ കിങ്ഡത്തിൻ്റെ പേര് ഡൊമൈൻ. കാൾ വോസ് ആണ് കൊണ്ടുവന്നത്. 6 kingdom ക്ലാസിഫിക്കേഷൻ, ഡൊമൈൻ എന്നാണ് കിങ്ഡത്തിൻ്റെ പേര്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. In which conservation method organisms are protected in their natural habitats? Choose examples related to this conservation method from the given list. Name 2 organizations with the objective of protecting biodiversity. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? നമുക്കറിയാം, നമ്മുടെ ഓർഗാനിസത്തിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് കൺസർവേഷൻ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഇൻസിറ്റു കൺസർവേഷനും ഒന്ന് എക്സിറ്റു കൺസർവേഷനും അല്ലേ? അപ്പോൾ ഒരു മൃഗത്തെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതിൻ്റെ ഹാബിറ്റേറ്റിലാണ്. അപ്പോൾ അകത്താണ്, ഹാബിറ്റേറ്റിൽ അകത്താവുമ്പോൾ അത് ഇൻസിറ്റു കൺസർവേഷൻ. ക്ലിയർ അല്ലേ? ഇനി ചൂസ് എക്സാമ്പിൾ റിലേറ്റഡ്. ഇപ്പം 4 തന്നിട്ടുണ്ട്. ഇതിൽ 4 തന്നിട്ടുണ്ട്. ഇതിൽ 2 എന്താ? ഇൻസിറ്റു ആണ്, 2 എക്സിറ്റു ആണ്. നാഷണൽ പാർക്ക് ഇൻസിറ്റു ആണോ എക്സിറ്റു ആണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാഷണൽ പാർക്കിൽ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ തന്നെയാണ് നടക്കുന്നത്.
അതിനെ ജീവിപ്പിക്കുന്നത്. അതെന്താ അപ്പോൾ ഇന്നാണ്, ഇൻസിറ്റു ആണ് അല്ലേ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ പുറത്തു നിന്നൊക്കെ നമ്മൾ വെറൈറ്റീസിനെ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാറുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താ, നാച്ചുറൽ ഹാബിറ്റ് അല്ലല്ലോ. അപ്പോൾ അത് എക്സിറ്റ്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്താ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ ചില ജീവജാലങ്ങൾ കുറച്ചും എന്താണ് കൂടുതൽ, അതിൻ്റെ പോപ്പുലേഷൻ കൂടുതൽ അവിടെ ആയിരിക്കും. അപ്പോൾ അത് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതും ഇൻസിറ്റു ആണ്. ജീൻ ബാങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്തത്, പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്ന് സൂക്ഷിക്കുക. അപ്പോൾ അത് എക്സിറ്റു. ക്ലിയർ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നെയിം 2 ഓർഗനൈസേഷൻ വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊട്ടക്ട് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 എണ്ണം ഉണ്ട്. ഏതൊക്കെ, IUCN-ഉം WWF-ഉം. ക്ലിയർ, സംശയമൊന്നുമില്ലല്ലോ. കണ്ടോ, ഇൻസിറ്റു, നാച്ചുറൽ, IUCN ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചറും വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറും. ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് കുറച്ചിട്ട് നിങ്ങൾക്കത് പഠിക്കാനില്ല. ടൈഗറിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്ട് ടൈഗറൊക്കെ വന്നില്ലേ 1973-ൽ, അതൊക്കെ തന്നെ. ഇനി നോക്കിക്കോ, ഐഡൻറ്റിഫൈ ദ ഫിഗർ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇത് കാണുമ്പോൾ തന്നെ എന്താണിത്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണല്ലേ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ് X and Y ഇൻ ദ ഗിവൺ ഫിഗർ. എക്സും വൈയും ഇതെന്താണ്, ഇതൊരു ട്യൂബ് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് ട്യൂബാ, ഫെലോപ്പിയൻ ട്യൂബ്. ഇതെന്താ, ഓവറി. ഓക്കെ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എക്സ്. എക്സിൻ്റെ ഫങ്ഷൻ എന്താ, ഫെർട്ടിലൈസേഷൻ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് നടക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും, ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവത്തിനെ എന്ത് ചെയ്യും, യൂട്രസിലോട്ട് കൊണ്ടുപോകും. ക്ലിയർ അല്ലേ. അപ്പോൾ ഫങ്ഷൻ എന്താ, ക്യാരി ഓവം ടു ദ യൂട്രസ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ, എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ഫെലോപ്പിയൻ ട്യൂബിലാണ്. ഇനി വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ സെൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം പാർട്ട് വൈ. ഇവിടുന്ന് ഒരു സെല്ല് ഓവറി വൈന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിൻ്റെ പേരെന്താണ്, ഓവം. ഓവം എന്താണ്, ലാർജ് ഇൻ സൈസാണ്, സ്പേമിനെക്കാളും വലുതാണ്. ഓക്കെ, അതൊക്കെ എഴുതിയാൽ മതി. ഓവം ഇസ് ദ ഫീമെയിൽ ഗാമീറ്റ്, ലാർജർ ദാൻ എ സ്പേം. ഓവം ഇസ് നോൺ മോട്ടൈൽ, ഓവത്തിന് എന്തില്ല, മോട്ടിലിറ്റി കുറവാണ്. സ്പെഷ്യലൈസ്ഡ് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ആർ സീൻ ഔട്ട്സൈഡ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ, അതായത് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് അത് ആ ഒരു ഇൻഫണ്ടിബിലൊക്കെ ഉണ്ട്, അത് തട്ടിയാണ് മുകളിലോട്ട് എത്തിക്കുന്നത്, ആ ട്യൂബ് വഴി പോകുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസൊക്കെ അതിൽ കവർ ചെയ്തിരിപ്പുണ്ട്. ക്ലിയർ അല്ലേ. അപ്പോൾ എത്രയേ ഉള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ല രീതിയിൽ വായിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 ആൻസേഴ്സും 60 മാർക്സും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.